ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ സൈക്കോളജി ഓഫ് മണി പറഞ്ഞൊരു ബുക്കില്ലേ, ആ ബുക്ക് ഈ ഇടയിൽ നല്ല ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ലേ. കാരണം പണ്ടോട്ടേ ഫേമസ് തന്നെയാണ്. ഇപ്പൊ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ വന്നപ്പോൾ നല്ല ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ്, എല്ലാവരും വായിക്കും, നമ്മുടെ വെൽത്ത് ആവാൻ നന്നായിട്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എനിക്ക് പൊതുവേ ബുക്ക് വായിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ നോക്കി ഇതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ എടുത്ത് നോക്കിയാൽ എനിക്ക് ബോറടിച്ചു. കാരണം അവര് ഇതില് നമുക്ക് റിയൽ ലൈഫിൽ എന്താണ് ഹെൽപ്പ് ചെയ്യാന്നുള്ള പോയിന്റ് ആയിട്ട് പറയാണ്ട് നല്ല ലെങ്ത് ആയിട്ട് നമ്മളെ ബോറടിപ്പിച്ചു. ഫുൾ ആയിട്ട് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു. என் பொண்டாட்டி பொண்டாட்டி உன்னை செருப்பால் அடிச்ச கதையெல்லாம் நான் கேட்கல. அன்னைக்கு மதியம் 1 மணிக்கு மாமா பக்கம் ஆஸ்பத்திரிக்கு வந்தியா? அப்போ உன் காலில் என்ன ஓதினாரு அதை மட்டும் சொல்லு. ശരി, അപ്പോ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഞാൻ തന്നെ ആ ബുക്ക് മേടിച്ചിട്ട് അത്യാവശ്യം പഠിച്ചിട്ട് എനിക്ക് എന്താണ് മനസ്സിലായത്. കാരണം 10 പേര് ഒരു ബുക്ക് വായിച്ചാൽ 10 പേർക്കും 10 രീതിയിലായിരിക്കും മനസ്സിലാവുക. അപ്പൊ എനിക്ക് എന്താണ് മനസ്സിലായത്, പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയില്ലേ. അപ്പൊ ഞാൻ എന്തിനു വേണ്ടിയാണ് നോക്കിയത്, എനിക്ക് റിയൽ ലൈഫിൽ ഈ ബുക്ക് വായിച്ചുകൊണ്ട് എന്താണ് ഗുണങ്ങൾ കിട്ടുക, അപ്പൊ ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ട് ആ വീഡിയോ നോക്കിയോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ റിച്ച്നെസ് എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള വെൽത്ത് അല്ല. കാരണം റിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കാശിനെ ചെലവാക്കിയിട്ട് അതിന്റെ കാരണം വരുന്നതിനാണ് നമ്മൾ റിച്ച് എന്ന് പറയാം. അതുപോലെ വെൽത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കാശിനെ സേവിങ് ചെയ്തിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതിന്റെ കാരണം വരുന്നതിനാണ് വെൽത്ത് എന്ന് പറയാം. മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ 2 ആൾക്കാരുണ്ട്, 2 പേരിന്റെ അടുത്തും 2 ലക്ഷം റുപ്യ കൊടുത്തു. ഒരാൾ റിച്ച് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് 1.5 ലക്ഷം റുപ്യ ഐഫോൺ മേടിച്ചു എന്ന് വിചാരിക്കുക. ഇന്നൊരാൾ 50,000 റുപ്യ വീട്ടാവശ്യത്തിന് കൊടുത്തിട്ട് 1.5 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ അയാളെ സാധാരണ ഫോണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാളെ കണ്ട റിച്ച് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ഇല്ല. പക്ഷെ ഫ്യൂച്ചറിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ടൈം ഫ്രെയിമും ആർക്കുണ്ടായെന്ന് ചോദിച്ചാൽ ഈ ഐഫോൺ വെച്ച ആൾക്കല്ല, ഈ സാധാരണ ഫോൺ വെച്ചില്ലേ അയാൾക്കായിരിക്കും. അപ്പോൾ എന്റെ വ്യൂവേഴ്സ് ഇല്ലേ, 100 പേര്, ആ 100 പേരിൽ 10 പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് സേവിങ് ചെയ്യണം, ജീവിതം പറഞ്ഞ് ജീവിക്കാനുള്ളതല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതിലാണ് നമ്മുടെ തെറ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഹാപ്പിനെസ് വെച്ചാൽ എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം ചെയ്യുന്നതിനാണ് ഹാപ്പിനെസ് എന്ന് പറയാം. ശരി, അപ്പൊ ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ കടക്കുകയാണെങ്കിൽ, കോമ്പൗണ്ടിങ് എഫക്റ്റ് വേണ്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരാടെ 1 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ 10% നമുക്ക് വട്ടി കിട്ടും, അതായത് 10,000 രൂപ. അപ്പോൾ ഒരു വർഷം 1,10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ അടുത്ത വർഷം നമ്മൾ എത്ര ഉണ്ടാവും എന്ന് വിചാരിക്കും? 1,20,000 റുപ്യ ആയിരിക്കും എന്ന് വിചാരിക്കും. അതിലാണ് തെറ്റ്. ഈ 1,10,000 റുപ്യ കിടക്കില്ലേ, ഈ 1,10,000 റുപ്യക്ക് നമുക്ക് വട്ടി വരും. അപ്പോൾ 1,21,000 റുപ്യ ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ വട്ടിക്കും വട്ടി വരും. അതായത് നമ്മുടെ ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് വന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ വാറൻ ബഫറ്റ് വേണ്ട ഒരാളാണ്. അയാളുടെ ഇപ്പോഴത്തെ നെറ്റ്വർത്ത് എത്ര വെച്ചാൽ 84.5 ബില്യൺ അങ്ങനെ എങ്ങോട്ടോ ആണ്. അതായത് അയാളുടെ 55 വയസ്സിന് ശേഷമാണ് ഇത്ര വലിയ എമൗണ്ട് വന്നിട്ടുള്ളത്. കാരണം അയാളുടെ 10 വയസ്സ് മുതലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതേപോലെ അടുത്ത കാര്യമാണ് ലക്ക് വേഴ്സസ് റിസ്ക്. അതെങ്ങനെ വർക്കാവെന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരേ സമയത്ത് ഒരേ റിസ്ക് ഇട്ടിട്ട് ഒരേ എഫേർട്ടിൽ ഒരേ സ്കില്ലുള്ള ആൾക്കാർ ഒരേ ബിസിനസ് ചെയ്തു, 2 പേർക്കും ഒരേ സക്സസ് തന്നെ കിട്ടണമെന്നില്ല. അതിന്റെ എഫക്റ്റ് ആണ് ഈ ലക്ക് വേഴ്സസ് റിസ്ക്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഏകദേശം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ശരി, അപ്പോ ഇതിനെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, അതിനെയാണ് ടെയിൽ ഇവന്റ് വേണ്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സോഴ്സ് കണ്ടുപിടിക്കുക. ഒരു ബിസിനസ് പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ ചെയ്യല്ല. ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ആമസോൺ എന്ന് പറയില്ലേ, അവർക്ക് 100ൽ പരം പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഈ 100ഉം അവർക്ക് വർക്കൗട്ട് ആവുണ്ടോ ചോദിച്ചാൽ ഇല്ല. അവർക്ക് ആകെ വർക്ക് ആവുന്നത് ആമസോൺ പ്രൈമും AWSഉം ആണ്. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഈ ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഇതിനാണ് പ്രോഫിറ്റ് കൂടുതൽ. അപ്പോൾ അവർ ഇതിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്നത്. മനസ്സിലായ? നമുക്ക് ഏകദേശം പിടികിട്ടിയ? അപ്പോ 10,000 റുപ്യ ഇട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിന് 1,000 റുപ്യ ഇട്ട് 10 ബിസിനസ് ചെയ്താൽ ഇത് ഏതെങ്കിലും ഒന്ന് വർക്ക് ഡൗൺ ആയാലും ബാക്കിയുള്ളത് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പോവുക. അതേ വഴിയുള്ളൂ ഇതിനെ നിർത്താനായിട്ട്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ പറയാം. ഒരു എക്സാമ്പിൾ, ഒരു 20,000 റുപ്യ ശമ്പളം മേടിക്കുന്ന ഒരാൾ, അയാള് ആ 20,000 റുപ്യക്ക് അനുസരിച്ച് ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുപോയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുക. ഒരു 2 മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് ഇൻക്രിമെന്റ് ആയി, അതായത് മാസം ഒരു 50,000 റുപ്യ ശമ്പളം ആയി എന്ന് വിചാരിക്കുക. അയാൾ എന്ത് ചെയ്യും? അയാളല്ല, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറ്റുകയാണ്. നമ്മുടെ ഉപയോഗിക്കുന്ന സോക്സ് മുതൽ ഉപയോഗിക്കുന്ന വണ്ടി വരെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യും. നോർമൽ ആണെങ്കിൽ കുറച്ച് പ്രീമിയം ആവുക,
പുറത്തുള്ളവരുടെ മുമ്പിൽ ഒന്ന് റിച്ച് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 20,000 രൂപയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണല്ലോ, ബാക്കിയുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ വെൽത്ത് കൂടും. വെൽത്ത് എന്ന് വെച്ചാൽ ആദ്യം എന്തെന്നറിയുക, മലയാളത്തില് സമ്പത്ത്. உங்களுக்குன்னு சொத்து எதுவும் இல்லைன்னா எப்படிங்க? நைனா நம்மளே கல் உடைக்க அனுப்ப பிளான் பண்ணிட்டாரு. எனக்கு இருக்கிற ஒரே சொத்து இவன் தான். இவன் இருக்கும்போது ஏன் கவலைப்படணும்? ഞാൻ എന്തുകൊണ്ടാണ് വെൽത്ത് കൂട്ടണം എന്ന് പറയുന്നത് വെച്ചാൽ, മോട്ടീവ് ഓഫ് ലൈഫ് എന്തെന്ന് വെച്ചാൽ പീസ് ആൻഡ് பட் அங்க என்ன கிணறு வட்டிக்கிட்டு இருக்காங்க, பேசியா? ഹാപ്പിനെസ് ആണ്. അതായത് സമാധാനവും സന്തോഷവും. ഈ സമാധാനവും സന്തോഷവും എവിടെ നിന്ന് കിട്ടും? ഫ്രീഡത്തിന് കിട്ടും. ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടുന്നറിയോ? സമ്പത്ത്, അതായത് സ്വത്ത്. നമുക്ക് നിറയെ സ്വത്ത് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഫ്രീഡം ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് വരെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് സമ്പത്തേ ഇല്ലാണ്ട് ഇപ്പോഴും ഒരാളുടെ താഴെയാണ് പണിക്ക്. അതായത് 1 ലക്ഷം കിട്ടിയാൽ നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വീണ്ടും അയാളുടെ താഴെ തന്നെ പണിക്ക് പോകണം. ലൈഫ് ലോങ് അങ്ങനെ ആയാൽ നമ്മൾ ഒരു 50 കോടി ഉണ്ടാക്കിയിട്ടും വീണ്ടും നമ്മുടെ വീട്ടുകാരൻ്റെ കൂടെ ഒരു 2 മണിക്കൂർ പോലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്ത് ജീവിതമാണ്? അപ്പൊ നമ്മൾ ഉള്ള സമയത്ത് കറക്റ്റായിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഓൾറെഡി സ്വത്തായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം ഇഷ്ടപ്പെട്ടത് ചെയ്തിട്ട് ജാലി സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. எல்லாரும் ஜோரா ஒரு கை தட்டுங்க. அதெல்லாம் தட்ட முடியாது. ரைட் விடு.